ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ കേരള പൊറോട്ടയും ബീഫ് ഫ്രൈയും. പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ വീശി അടിക്കണമല്ലോ എന്ന് കരുതി പലരും അത് ഉണ്ടാക്കുന്നതിൽ നിന്നും പിന്മാറാറുണ്ട്. ആ കൂട്ടത്തിലായിരുന്നു ഞാനും. എന്നാൽ വീശി അടിക്കാതെ പൊറോട്ട ഉണ്ടാക്കാമെന്നും പലരും പറഞ്ഞു, പലരും കാണിച്ചും തന്നു. സോ ഞാനും ഉണ്ടാക്കി നോക്കി വീശി അടിക്കാതെ നല്ല സോഫ്റ്റും ലേഡുമായ കേരള പൊറോട്ട. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടേച്ചു വരാം. വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3/4 കിലോ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് പൊറോട്ടയ്ക്കൊരു കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇത് സാദാ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം എടുത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അല്ലെങ്കിൽ എയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഡ്രൈ ആയിട്ട് പോകും. ഞാനിവിടെ ഇത് 2 മണിക്കൂർ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ബൗളിൽ നിന്നും പുറത്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ ഇത് ഇട്ട് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കണം. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് ബോൾ ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുത്താലും മതിയാകും. ഇത് മാവ് കയ്യിലെടുത്ത് അകത്തേക്ക് ചുരുട്ടി വെച്ച് കൈകളുടെ വിരലുകൾക്കിടയിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണിത് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബോളിൽ നിന്നും ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ബോളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ബോൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഓയിൽ പുരട്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെക്കാം. പൊറോട്ട മേക്കേഴ്സൊക്കെ ഇങ്ങനെ ബോളാക്കി എടുക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ. പക്ഷെ നമുക്കത്ര പെർഫെക്റ്റ് ആക്കി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് പാടാണ്. എങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3/4 കിലോ മാവിൽ നിന്നും 15 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം കൂടി ഞാൻ ഒന്നുകൂടെ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ബോൾസ് നന്നായിട്ട് തിന്നാക്കി ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാൻ. നല്ല നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മളിത് വീശടിക്കാതാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല നീളത്തിൽ തിന്നായിട്ട് മാക്സിമം നീളത്തിൽ ഇതൊന്ന് പരത്തി എടുക്കാം. അങ്ങനെ നല്ല നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മൈദ ഇതുപോലെ വിതറി കൊടുക്കുകയാണ്. ഇനി ഒരു കത്തി എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് ലേഡായിട്ടുള്ള പൊറോട്ട കിട്ടാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്തത്. ഇതെനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സ്ട്രിപ്പായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കണം. മടങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടങ്ങ് അടുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 2 അറ്റത്തു നിന്നും ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ 2 അറ്റത്തു നിന്നും ചുരുട്ടിയ ശേഷം ഒരറ്റം മറ്റൊരറ്റത്തിന് മേലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് ഓയിലും കൂടി പുരട്ടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അത് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്യുകയോ ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ ചെയ്യണം. അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് ഡ്രൈ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് പരത്തി കാണിക്കുകയാണ്. ഇതുപോലെ നീളത്തിലങ്ങ് തിന്നാക്കി പരത്തിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക. കുറച്ച് മൈദപ്പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. അതിനുശേഷം കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കി കട്ട് ചെയ്യുക. ഇങ്ങനെ സ്ട്രിപ്പുകളാക്കി കട്ട് ചെയ്യുമ്പോഴേ അറിയാം നമുക്ക് കിട്ടാൻ പോകുന്ന പൊറോട്ടയ്ക്ക് നല്ല ലെയറുകളായിരിക്കുമെന്ന്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് അടുപ്പിച്ചെടുക്കുക. അടുപ്പിച്ചെടുത്തതിന് ശേഷം 2 അറ്റത്തു നിന്നും ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ പൊട്ടിപ്പോയാലും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്കിതങ്ങ് ഉരുട്ടിയെടുക്കാം. മറ്റേ അറ്റത്തു നിന്ന് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുക്കാം.
രണ്ട് ഭാഗത്തു നിന്ന് ഒരുപോലെ ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം ഒന്നിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് വെച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തങ്ങ് എടുക്കുക. കുറച്ച് ഓയിലും കൂടി പുരട്ടി വെക്കുക. ഇനി നമുക്കിതെങ്ങനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. കൈകൊണ്ട് പരത്തിയെടുക്കുന്നവർക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചപ്പാത്തി റോൾ കൊണ്ട് ഇതുപോലെ പരത്തി പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊറോട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഒരു സൈഡിൽ തന്നെ കുറേ നേരം ഇട്ടേക്കരുത്. അങ്ങനെ ഇട്ടാൽ ആ സൈഡ് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ബട്ടറും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ മുട്ട ചേർക്കാതെ പൊറോട്ട തയ്യാറാക്കി നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് മുട്ട ചേർത്ത പൊറോട്ടയ്ക്കാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. മുട്ടയും പഞ്ചസാരയും കൂടി ചേർക്കുന്നത് കൊണ്ട് പൊറോട്ടയ്ക്ക് നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വശവും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ 5-6 പൊറോട്ട ചുട്ടതിന് ശേഷം ചൂട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. രണ്ട് കൈകളും ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് അടിക്കണം. അപ്പോൾ നമ്മുടെ ലെയേഴ്സ് എല്ലാം വിട്ട് കിട്ടും. നോക്കിക്ക്, നല്ല പോലെ ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സോഫ്റ്റും ലേഡുമായിട്ടുള്ള കേരള പൊറോട്ട നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരെ ബൈ.